ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയായിട്ടാണ്. അപ്പോൾ ഇന്ന് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീരവറവും അച്ചാറും പപ്പടവും മുട്ട ഓംപ്ലേറ്റും ആക്കി നമ്മൾ കഞ്ഞി കുടിച്ചു. പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി മേടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പിരികൊക്കെ ത്രെഡ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ പോകുമ്പോൾ അവർ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരായണിയമ്മ ഉണ്ടാടാം. പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മളിവിടെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ സാരി എടുത്തത്. ചട്ടഞ്ചാൽ തന്നെ എടുത്തതെന്ന് തോന്നുന്നു. അപ്പം ചട്ടഞ്ചാൽ പോയിട്ട് അത് മാറ്റിയിട്ട് പിന്നെ എന്തോ കുറച്ച് സാധനമെല്ലാം വാങ്ങിക്കാണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നത്. നമുക്ക് ഇതിൽ ഒരു ഷോർട്ട് വഴിയുണ്ട് കേട്ടോ, എളുപ്പം പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിലെ കൂടി നമ്മൾ പോകുന്നത്. ഇതിലെ കൂടി പോകുമ്പോൾ വേഗം ചട്ടഞ്ചാലെത്തും. പിന്നെ അവിടെയുള്ള ഒരു ചെറിയൊരു തുണി ഷോപ്പിലാണ് കേട്ടോ നമ്മൾ കയറിയത്. പിന്നെ കുറേയൊന്നും തരാനൊന്നുമില്ല അവിടെ, അങ്ങനെ കുറേ കളക്ഷനൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഉള്ളതിൽ നിന്ന് നമ്മൾ ഒന്ന് എടുത്തിട്ട് വന്നു. പിന്നെ നമ്മൾ ഫാൻസിയിൽ കയറി. അത് പിന്നെ നമുക്ക് പൊട്ട് പിന്നെ അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അപ്പം നമ്മളവിടെ കയറിയപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ലയിച്ചാന്ന് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഓർ ചോദിച്ചു കമ്മലെല്ലാം പുതിയ കളക്ഷൻ ഉണ്ട്, വേണോ എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു 1000 കമ്മലുണ്ട്, എന്തെങ്കിലും കാണുമ്പോൾ എടുക്കണം തോന്നും. പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ട്, വെറുതെ കളയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ നല്ല കമ്മലിൻ്റെയും മറ്റുള്ള ഏത് ഐറ്റംസിൻ്റെയും ലേഡീസിൻ്റെയും എല്ലാം നല്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ചെറിയ ഷോപ്പാണ്, കുറച്ചുള്ളിലേക്കാണെന്നെങ്കിലും നല്ല നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അവിടുന്ന്. പിന്നെ അവിടെ നല്ല നമ്മൾ പാദസരമൊക്കെ ഉണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു. അതും കുറേ പലതരത്തിലും പല മോഡലിലുള്ളതുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തു. അപ്പം പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് 2 വാളയൊക്കെ എടുത്ത് നോക്കി കേട്ടോ. അപ്പോൾ വാളയൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ 2-3 സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ചട്ടഞ്ചാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ, വെജിറ്റേറിയൻ ഹോട്ടലാണ്, സാമീര ഹോട്ടൽ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഞാനൊരു ഗോളി ബജിയാണ് പറഞ്ഞത്, അച്ഛനൊരു മസാല ദോശയും പറഞ്ഞു. പക്ഷേ അമ്മ കഴിക്കില്ല കേട്ടോ. അമ്മ ഈ പുറത്തുനിന്നുള്ള ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല, നമ്മളെ വീട്ടിലത്തെ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് അമ്മനെ കൊണ്ട് പുറത്ത് പോകുന്നത്ര പോസിബിൾ അല്ല. അപ്പോൾ അമ്മക്ക് പിന്നെ അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അമ്മ ചായ ഒന്നും കുടിക്കില്ല. അപ്പോൾ അമ്മയ്ക്കൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ പിരികം ത്രെഡ് ചെയ്യാൻ പോയി. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ആ ചേച്ചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം മോൻ സ്കൂളിൽ പോയതുകൊണ്ട് മോൻ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലെത്തണം. അപ്പം അച്ഛൻ പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടാക്കാമെന്ന്. കാരണം അപ്പോഴേക്കും അമ്പു വരാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഓനെ ഞാൻ മീത്ത വീട്ടിൽ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗീഷൻ്റെ വീട്ടിൽ ഇറക്കാൻ പറഞ്ഞിനി റിക്ഷക്കാരനോട്. കാരണം അന്നേരം 4:30 ആയി സമയം. അങ്ങനെ നമ്മൾ മേലെ പോയിട്ട് ഓനെ കൂട്ടിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛനിങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ അതെ, പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് വേണ്ട ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, കമ്മല്, മാല, പൊട്ട്, വള, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തരാനും ഇഷ്ടമാണ്. അതുപോലെ നല്ല പകല് ഇങ്ങനെ റെഡിയാക്കി അണിയിച്ചൊരുക്കി കൊണ്ട് നടക്കലെന്ന് പറയലുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനെല്ലാം ചെറുതായിരിക്കുമ്പോഴേ അങ്ങനെ കണ്ടിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ പെൺപിള്ളേർക്കെല്ലാം ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും അവരെ നല്ല അണിയിച്ചൊരുക്കി നടത്താനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ തന്നെ അമ്മയോടും. അതിന് എപ്പോഴും വാങ്ങിക്കാനൊന്നും പോകില്ല, എപ്പോഴെങ്കിലും പോവും. പിന്നെ അത് ഒരു സന്തോഷമല്ലേ, എപ്പോഴെങ്കിലും നമ്മൾ കൂട്ടിയിട്ട് പുറത്ത് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വർത്താനം പറഞ്ഞു. പിന്നെ അപ്പം കൊണ്ടുവന്ന അവന് കൊണ്ടുവന്ന ഐസ്ക്രീമും പിന്നെ ഇവിടെ വന്ന് പഴം പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പഴമൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഇന്ന് അവർ കുറച്ച് സമയം ഇരുന്നിട്ട് അപ്പോൾ അവൻ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക്, അവനവിടെ നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കി. അങ്ങനെ അവനും പോകാൻ റെഡിയായി. പിന്നെ നമ്മൾ എന്താ പറയണ്ടേ, ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വിളക്ക് കൊളുത്തുന്ന ഒരു സമയമൊക്കെ ആയപ്പോൾ അവരും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.